പൊതിച്ചോറിനെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള കാര്യം. അവിടെയാണ് ആ മനുഷ്യന്റെ മുഖം മൂടി പൂർണ്ണമായിട്ടും അഴിഞ്ഞു വീണത്. യൂത്ത് കോൺഗ്രസിന് ഒരു ദിവസം 47,000-ലധികം പൊതിച്ചോറുകൾ കേരളത്തിലെ വിവിധ ആശുപത്രികളിൽ ഡിവൈഎഫ്ഐ എന്ന പ്രസ്ഥാനം വിതരണം ചെയ്യുന്നുണ്ട്. ആ പ്രസ്ഥാനത്തിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷേ ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും അംഗീകരിച്ച വിഷയത്തിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡിവൈഎഫ്ഐ പരിഹസിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ടോ? വി.ഡി. സതീശൻ പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ടും ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ വാചകം എന്താണെന്നറിയോ? ഡിവൈഎഫ്ഐയുടെ മറവിൽ നടക്കുന്ന അനാശാസ്യമാണെന്ന്. വിശപ്പ് എന്ന് പറയുന്ന ഒരു വികാരത്തിന് അത് കൊടുക്കുന്ന ആളെന്നറിയില്ല, സ്വീകരിക്കുന്നത് ആരെന്നറിയില്ല. വിശപ്പുള്ള മനുഷ്യർ ആ ഭക്ഷണം വാങ്ങി കഴിക്കുകയാണ്. അത് കൊടുക്കുന്നയാൾക്ക് ഒരു നേട്ടവുമില്ല. ആ വിശപ്പ് മാറുന്ന മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കണ്ണീരും പുഞ്ചിരിയും കൂടിക്കലർന്നൊരു അനുഭവമല്ലാതെ അതിനൊന്നും കൊടുക്കാൻ കഴിയുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ നിന്നല്ല, ഏറ്റവും മികച്ച യുവജന സംഘടനകളുടെ പരിപാടികളിൽ ഒന്ന് തന്നെയാണ് ഈ പൊതിച്ചോറ്. അതിന് രാഷ്ട്രീയ ഭേദം ഇന്നേ തന്നെ അംഗീകരിക്കേണ്ട വിഷയമാണ്. അതിനെ അനാശാസ്യം നടക്കുന്നു അതിന്റെ മറവിൽ നിന്നാണ് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത്. എന്നിട്ട് ചെറുപ്പക്കാരെ ഏറ്റെടുത്തൊരു പ്രോജക്റ്റ് ഉണ്ടല്ലോ, വയനാട്ടിലെ ഈ വീട് വെച്ച് കൊടുക്കുന്ന പരിപാടി. എന്തായി വയനാട്ടിലെ വീട് വെച്ച് കൊടുക്കുന്ന പരിപാടി? ഒരു വീട് ഏറ്റെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ആ വയനാട്ടിലെ ഒരു സ്ഥലം ഏറ്റെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? അവിടുത്തെ സാധാരണക്കാരുടെ മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി പോയപ്പോൾ പൂത്ത റൊട്ടി കൊടുത്തു എന്ന പേരിൽ വിവാദമുണ്ടാക്കിയ മഹാനാണ് ഇയാൾ. അടിമുടി അരാഷ്ട്രീയതയാണ്. ആകെ മുൻപിലുള്ളത് എന്താ? ഒരു ശത്രുവിനെ പ്രതിഷ്ഠിച്ച് ഒരു ഗുണ്ടാ സംഘത്തെ ഒപ്പം കൊണ്ടുപോകുന്ന ഒരു എപൊളിറ്റിക്കൽ ഗാങ്സ്റ്റർ മാത്രമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ.